Hi everyone. നമ്മൾ ഇന്ന് +2 അക്കൗണ്ടൻസിയിലെ AFSലെ 4th ചാപ്റ്റർ ആയ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പ്രാധാന്യം, അതേപോലെ അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ, then ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്തൊക്കെയാണെന്നുള്ളത്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ്, പിന്നെ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും അതേപോലെ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സും തയ്യാറാക്കാനും അതിന്റെ ഡാറ്റ അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും അതേപോലെ ട്രെൻഡ് പെർസെൻറ്റേജസ് എത്രയാണെന്ന് കണക്കാക്കി അവയെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ബേസിക്കലി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും പ്രസന്റ് ചെയ്യുന്ന ഒരു സമ്മറൈസ്ഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. ഇവയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയും ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സും വിലയിരുത്തുന്നതിന് സഹായിക്കുന്ന കുറച്ച് ഡാറ്റാസ് ആണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഈ വിവരങ്ങൾ അനുയോജ്യകരമായിട്ട് അനലൈസ് ചെയ്യാനും അതേപോലെ ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ളതും ആവശ്യമാണ്. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് അതിലെ വിവരങ്ങൾ ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഈ അനാലിസിസിനും ഇന്റർപ്രിട്ടേഷനും വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പലതരത്തിലുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ അതിനെക്കുറിച്ചൊക്കെയാണ് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഡെവലപ്പ് എടുത്തിട്ടുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസ്. എന്തിനു വേണ്ടിയിട്ട്? ഫിനാൻഷ്യൽ അനലൈസിസിനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇന്റർപ്രിട്ടേഷനും വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളെ ക്രിട്ടിക്കലായിട്ട്, അതായത് വിമർശനാത്മകമായിട്ട് വിലയിരുത്തി കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അതേപോലെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നൽകിയിരിക്കുന്ന പല വിധത്തിലുള്ള ഫിനാൻഷ്യൽ ഫാക്ട്സ്, ഫിഗേഴ്സ് എന്നിവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുകയും അതിലൂടെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയും മനസ്സിലാക്കി അതിന്റെ ഫിനാൻഷ്യൽ ഹെൽത്തും അതേപോലെ അതിന്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, ഭാവി സാധ്യതകളും വിലയിരുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന ടേം അനാലിസിസും ഇന്റർപ്രിട്ടേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അനാലിസിസ് എന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള വിവരങ്ങളെ മെത്തഡോളിക്കൽ രീതിയിൽ സിംപ്ലിഫിക്കേഷനും അതേപോലെ ക്ലാസിഫിക്കേഷനും ചെയ്യുന്നതാണ്. ഇന്റർപ്രിട്ടേഷൻ എന്നത് അതിലെ വിവരങ്ങളുടെ മീനിങ്ങും സിഗ്നിഫിക്കൻസും വിശദീകരിക്കുക എന്നുള്ളതാണ് എന്ത്? ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ അനാലിസിസ് ഇല്ലാതെ ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസ് എന്നത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടെത്താനുള്ള ഒരു പ്രോസസ്സാണ്. ഇതിന് ബാലൻസ് ഷീറ്റിലെ ഐറ്റംസും ഈ ഒരു എന്താ പറയാ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടെത്താനുള്ള ആ പ്രോസസ്സിനായിട്ട് ബാലൻസ് ഷീറ്റിലെ ഐറ്റംസും അതേപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിലുള്ള ഐറ്റംസും തമ്മിലുള്ള ശരിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് സ്ഥാപിക്കണം. അപ്പൊ ഫിനാൻഷ്യൽ അനാലിസിസ് ഉള്ളത് മാനേജ്മെന്റിന് ചെയ്യാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിനും ചെയ്യാം, അതേപോലെ തന്നെ പുറത്തുള്ള ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ലെൻഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്
ലേബർ യൂണിയൻസ്, അനാലിസിസ് തുടങ്ങിയവർക്കും ചെയ്യാം. ഓരോരുത്തർക്കും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നുണ്ട്. അനാലിസിസ് ചെയ്യുന്നതിന്റെ നേച്ചർ ഓരോ അനലിസ്റ്റിന്റെയും പർപ്പസ് അനുസരിച്ചിട്ടായിരിക്കും വ്യത്യാസപ്പെടുത്തുന്നുണ്ടാവുക. ഒരാൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് മറ്റൊരാൾക്ക് അനുയോജ്യമാവണം എന്നുള്ളത് ഇല്ല. അനാലിസ്റ്റ് അതായത് അനാലിസിസ് ചെയ്യുന്ന ആളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടൂൾസ് യൂസ് ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ അനാലിസിസ് വിവിധ യൂസേഴ്സിന് പല രീതിയിലായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഫിനാൻസ് മാനേജർക്ക് ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നത് മാനേജീരിയൽ പെർഫോമൻസ്, കോർപ്പറേറ്റ് എഫിഷ്യൻസി, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ക്രെഡിറ്റ് വർത്തിനെസ് എന്നിവ കണ്ടെത്തുന്നതിലായിരിക്കും മെയിൻ ആയിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവുക. ഒരു ഫിനാൻസ് മാനേജർക്ക് ശരിയായിട്ടുള്ള ടൂൾസ് അനലൈസിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഏതാണെന്നുള്ളത് അറിയണം. അതുവഴി അല്ലെങ്കിൽ അതിനായിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവര് അല്ലെങ്കിൽ ആ ഒരു ടൂൾ യൂസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്താ പറയുക യുക്തിസഹമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുക. അക്കൗണ്ടിങ് ഡാറ്റ പഠിക്കാനും അതേപോലെ ഓപ്പറേറ്റിംഗ് പോളിസീസ് തുടർച്ചയായിട്ട് ഫലപ്രദമാണോ എന്ന് പരിശോധിക്കാനും ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എത്രയാണെന്ന് നിർണ്ണയിക്കാനും അതേപോലെ ക്രെഡിറ്റ് റേറ്റിംഗ് വിലയിരുത്താനും ഓപ്പറേഷൻസിന്റെ എഫിഷ്യൻസി ടെസ്റ്റിംഗ് നടത്താനും ഒക്കെ ഈ ഫിനാൻഷ്യൽ അനാലിസിസ് ടൂള് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതുപോലുള്ള ടെക്നിക്സ് ഫിനാൻഷ്യൽ കൺട്രോളിലും അത്യന്തം എന്താ പറയുക പ്രാധാന്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഫിനാൻസ് മാനേജറിനെ ആക്ച്വൽ ഓപ്പറേഷൻസ് നിരന്തരം അനലൈസ് ചെയ്ത് മേജർ ഡീവിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി കറക്റ്റീവ് ആക്ഷൻ എടുക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇനി ടോപ്പ് മാനേജ്മെന്റിന്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസിന്റെ പ്രാധാന്യം ഫിനാൻസ് മാനേജർക്ക് മാത്രമല്ല ടോപ്പ് മാനേജർക്കും മറ്റു ഫങ്ഷണൽ മാനേജേഴ്സിനും അത്യാവശ്യമാണ്. മാനേജ്മെന്റ് കമ്പനിയുടെ എല്ലാ റിസോഴ്സസും ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ കമ്പനിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ സൗണ്ട് ആണോ എന്നും പരിശോധിക്കണം. അപ്പൊ ഇതിനായിട്ട് അതായത് കമ്പനിയുടെ ഓപ്പറേഷൻസ് സക്സസ്ഫുൾ ആയിട്ടാണോ പോകുന്നത്, ഇൻഡിവിജ്വൽ പെർഫോമൻസ് അപ്രൈസ് ചെയ്യാനായിട്ട് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ടോപ്പ് മാനേജേഴ്സിന് ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് ട്രേഡ് പേബിൾസ് അല്ലെങ്കിൽ സപ്ലയേഴ്സിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? കമ്പനിയുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ കമ്പനിക്ക് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ നിറവേറ്റാനുള്ള കഴിവുണ്ടോ, ഭാവിയിൽ എല്ലാത്തരം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസും നിറവേറ്റാനുള്ള സാധ്യതയുണ്ടോ എന്നിവയൊക്കെ ആയിരിക്കും ഒരു ട്രേഡ് പേബിൾസ് അല്ലെങ്കിൽ സപ്ലയേഴ്സ് വിലയിരുത്തുന്നുണ്ടാവുക. അവർക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനാണ്. കാരണം അവരുടെ ക്ലെയിംസ് വളരെ ചെറിയ പീരീഡിൽ തന്നെ അവർക്ക് കമ്പനിക്ക് കൊടുത്തു തീർക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. ഇനി ലെൻഡേഴ്സിന്റെ കാര്യം വരികയാണെങ്കിൽ അവിടെ ലോങ് ടേം ആയിരിക്കും. ലോങ് ടേം ഡെറ്റ് സപ്ലൈസ് ചെയ്യുന്ന ലെൻഡേഴ്സ് കമ്പനിയുടെ ലോങ് ടേം സോൾവൻസിയും സർവൈവലിനെ കുറിച്ചും ആയിരിക്കും ആശങ്കപ്പെടുന്നുണ്ടാവുക. അപ്പൊ അവരെന്തൊക്കെയായിരിക്കും പരിശോധിക്കുന്നുണ്ടാവുക? Profitability over time, cash generation ability, interest and principal repayment capacity, capital structure relationship ഇതൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പൊ ലോങ് ടേം ലെൻഡേഴ്സ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്ത് കമ്പനിയുടെ ഫ്യൂച്ചർ സോൾവൻസിയും പ്രോഫിറ്റബിലിറ്റിയും ആയിരിക്കും വിലയിരുത്തുന്നുണ്ടാവുക. ഇനിയിപ്പോ ഇൻവെസ്റ്റേഴ്സിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെയർസിൽ പണം നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് കമ്പനിയുടെ ഏർണിങ്സിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുക. അതുകൊണ്ട് തന്നെ അവർ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ആയിരിക്കും അനലൈസ് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് ഇത് കൂടാതെ വേറെ എന്തൊക്കെ കാര്യത്തിലായിരിക്കും അനലൈസ് ചെയ്യുന്നുണ്ടാവുക? ഫേംസിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഏർണിങ്സിനെയും റിസ്കിനെയും എങ്ങനെ ബാധിക്കുന്നു, അതേപോലെ തന്നെ മാനേജ്മെന്റ് എഫിഷ്യന്റ് ആണോ, മാറ്റം ആവശ്യമാണോ എന്നിവയൊക്കെ അനലൈസ് ചെയ്യാനും ഈ ഫിനാൻഷ്യൽ അനാലിസിസ് ടൂൾസ് ഹെൽപ്ഫുൾ ആയിരിക്കും.
ചില വലിയ കമ്പനികളിൽ ചില ഷെയർ ഹോൾഡേഴ്സിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഷെയർസ് ബൈ ചെയ്യണോ, സെൽ ചെയ്യണോ, ഹോൾഡ് ചെയ്യണോ എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി അല്ലെങ്കിൽ പരിമിതപ്പെടാനായിട്ടും സാധ്യതകളുണ്ട് വലിയ വലിയ കമ്പനീസിൽ. ലേബർ യൂണിയൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുന്നത് കമ്പനിക്ക് ഇപ്പോൾ വേജസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയുമോ, അതിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചാൽ വില കൂട്ടി വേജസ് ഇൻക്രീസ് ചെയ്യാനോ മറ്റും സാധിക്കുമോ എന്നൊക്കെ ആയിരിക്കും ലേബർ യൂണിയൻസ് ഫിനാൻഷ്യൽ അനലൈസിസ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഇത് കൂടാതെ മറ്റു ചില കാറ്റഗറീസ് ഉണ്ടാവും. എക്കണോമിസ്റ്റ്, റിസർച്ചേഴ്സ് തുടങ്ങിയവർ ബിസിനസ് കണ്ടീഷൻസും എക്കണോമിക് ട്രെൻഡ്സും പഠിക്കാനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഏജൻസിക്ക് ഇത് പ്രൈസ് റെഗുലേഷൻ, ടാക്സേഷൻ, മറ്റു നിയന്ത്രണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഫിനാൻഷ്യൽ അനാലിസിസ് യൂസ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടാവുക. Objectives of financial analysis. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അനാലിസിസ് മുഖേന മാനേജീരിയൽ പെർഫോമൻസും കമ്പനിയുടെ എഫിഷ്യൻസിയും ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അനാലിസിസിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളെ മനസ്സിലാക്കി കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടെത്തുകയും അതേപോലെ തന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സിനെ കുറിച്ച് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിലൂടെ അനലിസ്റ്റ്സ് കമ്പനിയുടെ പ്രവർത്തനം അതേപോലെ തന്നെ ഭാവിയിലെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്നിവ സംബന്ധിച്ച് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്നു. കുറച്ചും കൂടി വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫേംസിന്റെ കറന്റ് പ്രോഫിറ്റബിലിറ്റിയും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയും വിലയിരുത്താനായിട്ട്, അതായത് ഫേമിന്റെ മുഴുവൻ പ്രവർത്തനം കൂടാതെ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രകടനവും പരിശോധിച്ച് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് മനസ്സിലാക്കാനായിട്ട്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ പൊസിഷന്റെ വിവിധ ഘടകങ്ങൾ തമ്മിലുള്ള റിലേറ്റീവ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട്. ഫേമിന്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിലുള്ള ഓരോ ഭാഗവും എത്രത്തോളം പ്രധാനമാണ് അല്ലെങ്കിൽ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട്. പിന്നെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷനിൽ ഉണ്ടായ മാറ്റങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്താനായിട്ട്. ലാഭം കുറഞ്ഞോ കൂടിയോ, ഫിനാൻഷ്യൽ പൊസിഷൻ മെച്ചപ്പെട്ടോ അതെയോ മോശമായോ, അല്ലെങ്കിൽ ഇവ സംഭവിക്കാനുള്ള കാരണമായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ തിരിച്ചറിയാനായിട്ട്. പിന്നെ ഫേംസിന്റെ ഡെപ്റ്റ് റീപേയ്മെന്റ് എബിലിറ്റി വിലയിരുത്താനായിട്ട്. ഫേമിന്റെ ഷോർട്ട് ടേം അതേപോലെ തന്നെ ലോങ് ടേം ലിക്വിഡിറ്റി പൊസിഷൻ എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കാനും അതേപോലെ കടം തിരിച്ചടയ്ക്കാനുള്ള കഴിവ് ഉണ്ടോ എന്നുള്ളത് വിലയിരുത്താനുമായിട്ടുള്ള അനാലിസിസ്. ഡിഫറെന്റ് ഫേംസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അനാലിസിസ് മുഖേന ഒരു എക്കണോമിസ്റ്റിന് എക്കണോമിക് പവർ കോൺസെൻട്രേഷൻ, ഫിനാൻഷ്യൽ പോളിസിയിലുള്ള പിറ്റ്ഫോൾ എന്നിവയൊക്കെ എന്താണ് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ അനാലിസിസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഗവൺമെന്റ് ലൈസൻസിങ്, കൺട്രോൾസ്, പ്രൈസ് ഫിക്സേഷൻ, പ്രോഫിറ്റ് സീലിംഗ്, ഡിവിഡൻഡ് ഫ്രീസ്, ടാക്സ് സബ്സിഡി, മറ്റു കോർപ്പറേറ്റ് കൺസെഷൻ എന്നിവ സംബന്ധിച്ച പല തീരുമാനങ്ങളും അല്ലെങ്കിൽ നടപടികളും സ്വീകരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തത് കമ്പാരിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നത് വിവിധ പീരീഡ്സിലുള്ള പ്രോഫിറ്റബിലിറ്റിയും അതേപോലെ ഫിനാൻഷ്യൽ പൊസിഷനും കമ്പയർ ചെയ്ത് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിലൂടെ 2 അല്ലെങ്കിൽ അതിലധികം പീരീഡ്സിന്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് സാധാരണയായിട്ട് 2 പ്രധാന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലാണ് പ്രയോഗിക്കുന്നത്. ഏതിലൊക്കെയാണ്? ബാലൻസ് ഷീറ്റിലും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് റിലയബിൾ ആകാൻ ഒരേ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കണം. അങ്ങനെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് എന്തെങ്കിലും
ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഫുട് നോട്ട് ആയിട്ട് വ്യക്തമാക്കുകയും വേണം. കമ്പാരിറ്റീവ് ഫിഗേഴ്സിൽ നിന്ന് ഫിനാൻഷ്യൽ പൊസിഷന്റെ ട്രെൻഡ്സും ഓപ്പറേറ്റിംഗ് റിസൾട്ട്സിന്റെ ഡയറക്ഷനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനെ ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന പേരിലും ഈ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് അറിയപ്പെടുന്നുണ്ട്. അത് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്. കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള വിവിധ ഐറ്റംസിനെ ഒരു കോമൺ ഐറ്റത്തിന്റെ പെർസെൻറ്റേജ് ആയി മാറി കണക്കാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഏത് ഐറ്റവും ആ കോമൺ ഐറ്റമിനോടുള്ള എന്താ പറയുക പെർസെൻറ്റേജ് റിലേഷൻഷിപ്പ് എഴുതുന്നത് കൊണ്ട് മുൻ വർഷങ്ങളിലെയോ അല്ലെങ്കിൽ മറ്റു ഫേംസുമായോ എളുപ്പത്തിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഒരേ ഇൻഡസ്ട്രിയിലെ വലിപ്പത്തിൽ വ്യത്യാസമുള്ള കമ്പനികളുടെ പെർഫോമൻസ് താരതമ്യം ചെയ്യാനും ഒരു കമ്പനിയുടെ വിവിധ വർഷങ്ങളിലെ ഇൻട്രാഫേം കമ്പാരിസൺ നടത്താനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇൻട്രാഫേമും അതേപോലെ തന്നെ ഇന്റർഫേം കമ്പാരിസണും വളരെ ഉപയോഗപ്രദമാണ്. ഇതിനെ വെർട്ടിക്കൽ അനാലിസിസ് എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് അനാലിസിസ് എന്നത് ഒരു കൂട്ടം വർഷത്തിലെ ഓപ്പറേഷണൽ റിസൾട്ട്സും ഫിനാൻഷ്യൽ പൊസിഷനും പഠിക്കുന്ന ഒരു ടെക്നിക്കാണ്. മുൻ വർഷങ്ങളിലെ ഡാറ്റ ഉപയോഗിച്ച് പെർസെൻറ്റേജ് ചേഞ്ച് ഓവർ ടൈം നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ട്രെൻഡ് പെർസെൻറ്റേജ് എന്നത് ബേസ് ഇയറിനോടുള്ള ഓരോ വർഷത്തെയും ഐറ്റത്തിന്റെ പെർസെൻറ്റേജ് റിലേഷൻഷിപ്പാണ്. ട്രെൻഡ് അനാലിസിസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബിസിനസിന്റെ സ്വഭാവത്തിലും അതേപോലെ ബിസിനസ്സിൽ വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടെത്താനും അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ റേഷ്യോ ഉയരുന്നുണ്ടോ താഴുന്നുണ്ടോ സ്ഥിരമാണോ എന്ന് കണ്ടെത്താനും അതേപോലെ മാനേജ്മെന്റിന്റെ പെർഫോമൻസ് ഗുഡ് ആണോ പുവർ ആണോ എന്നുള്ളതിന്റെ സൂചനകൾ തരാനും അല്ലെങ്കിൽ സൂചനകൾ തിരിച്ചറിയാനും ഒക്കെ സാധിക്കും. നെക്സ്റ്റ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് എന്നത് ബാലൻസ് ഷീറ്റിലും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുമുള്ള വിവിധ ഐറ്റംസ് തമ്മിലുള്ള സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്പിനെ പരിശോധിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇത് ഉപയോഗിച്ച് പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി, എഫിഷ്യൻസി ഇവ ഫലപ്രദമായിട്ട് എന്താ പറയുക വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അക്കൗണ്ടിങ് റേഷ്യോസ് ഇൻകം സ്റ്റേറ്റ്മെന്റിലെയും പൊസിഷൻ സ്റ്റേറ്റ്മെന്റിലെയും ഐറ്റത്തിന്റെ റിലേറ്റീവ് സിഗ്നിഫിക്കൻസ് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്നത് ഒരു ഓർഗനൈസേഷനിലേക്ക് ക്യാഷ് വരുന്നതും അതായത് ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോവും അതേപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന ക്യാഷ് അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാഷ് ഫ്ലോയിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് ക്യാഷ് എവിടെ നിന്നാണ് ലഭിച്ചത്, ക്യാഷ് എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നിവയൊക്കെ വ്യക്തമാക്കാനായിട്ടാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ അനാലിസിസിലൂടെ രണ്ട് ബാലൻസ് ഷീറ്റ് തീയതികൾക്കിടയിലുള്ള ക്യാഷ് പൊസിഷനിൽ വന്ന മാറ്റങ്ങളുടെ കാരണം എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ചാപ്റ്ററിൽ നാം ആദ്യത്തെ 3 ടെക്നിക്കായിട്ടുള്ള കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ് ഇവയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. റേഷ്യോ അനാലിസിസും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ഇവയിലെ കറണ്ട് ഇയറിന്റെയും പ്രീവിയസ് ഇയറിന്റെയും ഫിഗേഴ്സ് വേർതിരിച്ച് കോളംസിൽ നൽകുകയും പിന്നെ വർഷത്തിനിടയിലുള്ള ആ 2 പീരീഡ്സിന്റെ ഇടയിലുള്ള ആബ്സല്യൂട്ട് ചേഞ്ചും അതേപോലെ പെർസെൻറ്റേജ് ചേഞ്ചും ഇൻഡിക്കേറ്റ് ചെയ്ത കോളംസ് നൽകുകയും ചെയ്യും. അങ്ങനെയാണ് കമ്പാരറ്റീവ് എന്താ പറയുക സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കാണിക്കാറ്. ഇതിന്റെ ഫലമായിട്ട് വ്യത്യസ്ത ദിവസങ്ങളിലെ അക്കൗണ്ട് ബാലൻസ്, വ്യത്യസ്ത കാലയളവുകളിലെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിന്റെ സമ്മറീസ്, കൂടാതെ ഈ ഡേറ്റ്സിന്റെ ഇടയിൽ ഉണ്ടായ ഇൻക്രീസ് ഓർ ഡിക്രീസ് എല്ലാം കണ്ടെത്താനായിട്ട് സാധിക്കും. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിൽ നൽകിയിരിക്കുന്ന ഫിഗേഴ്സ് ഉപയോഗിച്ച് ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്ന ഡയറക്ഷൻ ഓഫ് ചേഞ്ചും ട്രെൻഡ്സും തിരിച്ചറിയാനും സാധിക്കും. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആദ്യം 2 അല്ലെങ്കിൽ 2 പോയിന്റ് ഓഫ് ടൈമിലുള്ള അബ്സല്യൂട്ട് ഫിഗേഴ്സ് ഇൻ റുപ്പീസ് ടേബിളേറ്റ് ചെയ്തിട്ട് തരും.
അതിനുശേഷം അബ്സല്യൂട്ട് ചേഞ്ച് കണ്ടെത്തും. അതായത് സെക്കൻഡ് ഇയർ ഫിഗർ മൈനസ് ഫസ്റ്റ് ഇയർ ഫിഗർ. ദെൻ മാറ്റം ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് എന്നും ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് എന്നും നമ്മൾ സൂചിപ്പിക്കും. അതിനുശേഷം പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് നമ്മുടെ ഫോർമുല പ്രകാരം കണ്ടെത്തി അതിനെ വേറൊരു കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. Convert the following statement of profit and loss of BCR Company Limited into comparative statement of profit and loss account. ഇവിടെ profit and loss account തന്നിട്ടുണ്ട്. 2 വർഷത്തെ ഫിഗേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? 2015-16ലെയും 2016-17ലെയും ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഫിഗേഴ്സ് ആണ് തന്നിരിക്കുന്നത്. എന്താണ്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഫസ്റ്റ് ഇയർ 60,000, സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ 60 lakh, സെക്കൻഡ് ഇയർ 75 lakh. ദെൻ അതർ ഇൻകം വന്നിട്ട് ഫസ്റ്റ് ഇയർ 1,50,000, സെക്കൻഡ് ഇയർ 1,20,000. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ 44 lakh, സെക്കൻഡ് ഇയർ 50,60,000. ഇൻകം ടാക്സിന്റെ റേറ്റും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ 35% ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ 40%. അപ്പൊ ഈ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് BCR Company Limited for the year ended 31st March 2016 and 2017. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര കോളം വേണം? പർട്ടിക്കുലേഴ്സ് വേണം. ദെൻ 2015-16ലെ ഫിഗർ എഴുതാനായിട്ടൊരു കോളം, ദെൻ 2016-17ലെ ഫിഗർ എഴുതാനായിട്ടൊരു കോളം, ദെൻ ആബ്സല്യൂട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് എഴുതാനായിട്ടൊരു കോളം, ദെൻ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എഴുതാനായിട്ട് ഒരു കോളം. അപ്പോൾ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. 2 വർഷത്തെയും തന്നിട്ടുണ്ട്. ആദ്യത്തെ വർഷം 60 lakhും രണ്ടാമത്തെ വർഷം എത്രയാണ്? 75 lakhുമാണ്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ വർഷം എന്താണ്? റവന്യൂ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. എത്ര കൂടിയിട്ടുണ്ട്? 15 ലക്ഷം ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്ര ശതമാനം? ആദ്യത്തെ വർഷത്തെക്കാട്ടിലും എത്ര ശതമാനമാണ് അവിടെ കൂടിയിരിക്കുന്നത്? അപ്പോൾ നമുക്ക് 15 lakh ആണ് എന്ത് കൂടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 15 lakh കൂടിയിട്ടുണ്ട്. നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് കൂടിയിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ബേസ് ഇയറിന്റെ ഡിനോമിനേഷൻ കൊടുക്കണം. ബേസ് ഇയർ ഏതാണ്? 2015-16 ആണ് ബേസ് ഇയർ. അപ്പോൾ അവിടെ എത്രയാണ്? 60 lakh. അപ്പോൾ 15 lakh ഡിവൈഡഡ് ബൈ 60 lakh പറയുമ്പോൾ എത്ര വരും? 25%. അവിടെ ഇൻക്രീസ് ആണ് ആയിരിക്കുന്നത്. ഇനി അടുത്ത ഡാറ്റ എന്താണ് പറയുന്നത്? അതർ ഇൻകം തന്നിട്ടുണ്ട്. ആദ്യത്തെ വർഷം 1,50,000ഉം രണ്ടാമത്തെ വർഷം 1,20,000ഉം. അപ്പൊ ഈ അതർ ഇൻകത്തിന്റെ കേസിൽ രണ്ടാമത്തെ വർഷം ആവുമ്പോഴേക്കും നമുക്ക് 30,000ത്തിന്റെ കുറവാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് കാണിച്ചിരിക്കുന്നത്? -30,000 എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര ശതമാനം കുറഞ്ഞു? ഈ 30,000 എങ്ങനെയാ എത്ര ശതമാനം കുറഞ്ഞു എന്നറിയാം? 30,000 divided by 1,50,000. 1,50,000 പറയുമ്പോൾ 150K. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20% കിട്ടും. 20% എന്താണ്? മൈനസ് ഫിഗർ ആണ്, കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ -20%. ഇനി നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ പറഞ്ഞു, ടോട്ടൽ അതർ ഇൻകം പറഞ്ഞു. അപ്പൊ ടോട്ടൽ റവന്യൂ എത്രയാണെന്ന് കണക്കാക്കാം. ഈ 60 lakh പ്ലസ് 1,50,000, 61,50,000 ആണ് ആദ്യത്തെ വർഷത്തെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വർഷത്തെ ടോട്ടൽ റവന്യൂ എത്രയാണ്? 75 lakh ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അതർ ഇൻകം എത്രയാണ്? 1,20,000 ആണ്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 76,20,000 ആണ് ടോട്ടൽ റവന്യൂ. അതായത് മുൻ വർഷത്തെക്കാട്ടിലും ഈ വർഷം എത്ര കൂടിയിട്ടുണ്ട്? 14,70,000 രൂപ കൂടിയിട്ടുണ്ട്. അവിടെ ഒരു ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ഇനി എത്ര ശതമാനം കൂടി എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? ഇവിടെ 14,70,000 ഡിവൈഡഡ് ബൈ എത്രയാണ് ബേസ് ഇയർ? നമ്മൾ ഇതാ എടുക്കുക. എത്രയാണ്? 61,50,000.
into 100. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 23.9% ആണ് പോസിറ്റീവ് ഫിഗർ ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് വരുന്നത്. അതിനുശേഷം നമുക്ക് കിട്ടിയ ടോട്ടൽ റവന്യൂവിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? എക്സ്പെൻസ് മൈനസ് ചെയ്യണം. എക്സ്പെൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? ആദ്യത്തെ വർഷം 44 lakhും രണ്ടാമത്തെ വർഷം 50,60,000. അപ്പോൾ ആദ്യത്തെ വർഷത്തെ അപേക്ഷിച്ച് രണ്ടാമത്തെ വർഷം എക്സ്പെൻസ് കൂടിയിരിക്കുകയാണ്. എത്ര കൂടിയിട്ടുണ്ട്? 6,60,000 rupees കൂടിയിട്ടുണ്ട്. പെർസെൻറ്റേജ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6,60,000 ഡിവൈഡഡ് ബൈ 44 lakh ചെയ്യുമ്പോൾ നമുക്ക് 15% ഇൻക്രീസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ റവന്യൂ അറിഞ്ഞു, ടോട്ടൽ എക്സ്പെൻസ് പറഞ്ഞു. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ റവന്യൂ മൈനസ് എക്സ്പെൻസസ്. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് 17,50,000 രണ്ടാമത്തെ വർഷം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 25,60,000 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ അപേക്ഷിച്ച് രണ്ടാമത്തെ വർഷം ആകുമ്പോഴേക്കും അവിടെ പ്രോഫിറ്റ് എത്ര കൂടിയിട്ടുണ്ട്? 8,10,000 രൂപ കൂടിയിട്ടുണ്ട്. ഇനി പെർസെൻറ്റേജിന്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 8,10,000 ഡിവൈഡഡ് ബൈ 17,50,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 46.29% വരും. ഇനി അതിൽ നിന്ന് നമുക്ക് ടാക്സ് ഡിഡക്ട് ചെയ്യണം. ടാക്സ് ഡിഡക്ട് ചെയ്യാനായിട്ട് ടാക്സിന്റെ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ആദ്യത്തെ വർഷം എത്ര പെർസെൻറ്റേജ് ആണ്? 35%. ആദ്യത്തെ വർഷം എത്ര പെർസെൻറ്റേജ് ആണ്? 35%. രണ്ടാമത്തെ വർഷം എത്രയാണ്? 40% ടാക്സ്. അപ്പോൾ ടാക്സ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? ടാക്സ് ഈ 17,50,000ന്റെ 35% ആണ്. എത്ര വരിക ടാക്സ്? അതാണ് ഈ 6,12,500. ഇനി രണ്ടാമത്തെ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയാണ്? 25,60,000. അതിന്റെ 40% ആണ് എന്ത്? ടാക്സ് വരേണ്ടത്. അപ്പോൾ അതിന്റെ 40% കണക്കാക്കുമ്പോൾ 10,24,000 ആണ് ടാക്സ് ആയിട്ട് വരും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്, അതായത് ആദ്യത്തെ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തേക്ക് ടാക്സ് എത്ര കൂടുതൽ അടച്ചു? നമ്മൾ 4,11,500. പെർസെൻറ്റേജിൽ കണക്കാക്കുകയാണെങ്കിൽ 4,11,500 ഡിവൈഡഡ് ബൈ 6,12,500 ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് എത്ര ശതമാനം നമ്മൾ കൂടുതൽ അടച്ചു? 67.18% കൂടുതലായിട്ട് അടച്ചിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്കുണ്ട്, ടാക്സും ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എങ്ങനെയായിരിക്കും? പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് ലെസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 11,37,500 രണ്ടാമത്തെ വർഷം 15,36,000 ആണ് കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം ആദ്യത്തെ വർഷത്തെ അപേക്ഷിച്ച് രണ്ടാമത്തെ വർഷം നമുക്ക് 3,98,500 രൂപ കൂടുതലായിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്, ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ അതിന് പെർസെൻറ്റേജിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3,98,500 ഡിവൈഡഡ് ബൈ 11,37,500 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എത്ര കിട്ടും? 35.03%ന്റെ ഇൻക്രീസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ 2 വർഷത്തെ ഫിഗേഴ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ വർഷത്തെയും രണ്ടാമത്തെ വർഷത്തെയും, അപ്പൊ ആദ്യത്തെ വർഷത്തെയും രണ്ടാമത്തെ വർഷത്തെയും വെച്ച് നോക്കുമ്പോൾ കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് ആദ്യം നോക്കുക, എന്നിട്ട് അതിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം. കൂടിയോ കുറഞ്ഞോ എന്ന് എങ്ങനെയാണ് നോക്കുക? സെക്കൻഡ് ഇയർ മൈനസ് ഫസ്റ്റ് ഇയർ ആണ് കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് നോക്കാനായിട്ട്. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ഫിഗർ ഇട്ടിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണം. പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ ആബ്സല്യൂട്ട് ചേഞ്ച് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇയറിലെ എമൗണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. പെർസെൻറ്റേജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടും കുറവാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടായിരിക്കും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്.